കാസർഗോഡ് ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിലെന്ന ന്യൂസ് മലയാളം വാർത്തയിൽ ഇടപെട്ട ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കാസർഗോഡ് വയനാട് മെഡിക്കൽ കോളേജുകൾ പൂർത്തീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിന്റെ പണി പൂർത്തിയാക്കാൻ വനംവകുപ്പിൽ നിന്ന് ഭൂമി കിട്ടണം. ഇതിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ന്യൂസ് മലയാളം ഇംപാക്ട്. ഞങ്ങളുടെ കാലത്ത് ആരംഭിച്ച മെഡിക്കൽ കോളേജുകളോടൊന്നും പിണറായിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. രണ്ടെണ്ണം പൂട്ടി ബാക്കിയുള്ള പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ചത്തവനൊക്കെ ജീവിച്ചിരിക്കുക എന്നുള്ള അവസ്ഥയാണ്. അതിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും. തുടർ പ്രവർത്തനം തുടങ്ങും മെഡിക്കൽ കോളേജ്. എല്ലാ കാര്യങ്ങളും ഈ മറ്റ് മെഡിക്കൽ കോളേജിലും അത് ഇടുക്കിയിലുണ്ട് ഒരുപാട് പരാതി. ഇടുക്കി MLA എൻ്റെ അടുത്ത് വന്നിരുന്നു. ഇടുക്കിയിൽ പറയുന്നത് ഇഞ്ചക്ഷൻ ചെയ്യാൻ തന്നെ പുറത്തേക്ക് കുറിപ്പ് കൊടുത്ത് വിടുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും. മെഡിക്കൽ കോളേജിന് വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ പരിശോധിക്കുന്നു. കാസർഗോഡുകാരുടെ സ്വപ്നമാണ് ഈ മെഡിക്കൽ കോളേജ്. അത് കാസർഗോഡ്, വയനാട് ഇതെല്ലാം ഞങ്ങൾ പൂർത്തീകരിക്കും. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ്, നമുക്കറിയാം കാസർഗോഡ് രതീഷ് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. വയനാട്ടിലും രതീഷ് ന്യൂസ് മലയാളത്തിന്റെ ഭാഗമായി തന്നെയും അല്ലാതെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും എന്താണ് അവിടുത്തെ രോഗികളുടെ ഒരു ദുരിതം എന്നുള്ളത്, ഒരു മെഡിക്കൽ കോളേജ് അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് കാസർഗോഡ് ഇപ്പോഴും അതിർത്തി കടന്ന് തന്നെയാണ് അവർ ചികിത്സയ്ക്കായി, വിദഗ്ധ ചികിത്സയ്ക്കായി പോവുകയും ചെയ്യുന്നത്. അവർക്ക് മറ്റ് കേരളത്തിന് ഇങ്ങേ തറ്റത്തേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് പോകുന്നതാണ് കൂടുതൽ എളുപ്പം. അപ്പോൾ അവർ ആ ജില്ല അത് കാലങ്ങളായി പറയുന്ന ഒരു കാര്യമാണ്. അതിലൊരു അനുഭാവപൂർവമായ ഒരു പ്രതികരണമാണ് നിലവിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ എന്താണ് തടസ്സം എന്നാണ് മന്ത്രി പറയുന്നത്? ഇത് ഏത് തരത്തിൽ പരിഹരിക്കാം, എത്തരത്തിലുള്ള ഇടപെടൽ നടത്തുമെന്നാണ് മന്ത്രി പറയുന്നത്? ശ്യാമലി, തീർച്ചയായും ആരോഗ്യമന്ത്രിയുടെ ഈ പ്രസ്താവന ഒരുപക്ഷേ ആ തരത്തിൽ തന്നെ ഗൗരവത്തോടെ യാഥാർത്ഥ്യമായാൽ കാസർഗോഡ്, വയനാട് ജില്ലകൾക്കൊക്കെ തന്നെ വലിയ ആശ്വാസമാകും. കാരണം ആരോഗ്യ പിന്നാക്കാവസ്ഥയിൽ ജില്ലയുടെ പാരിസ്ഥിതിക സവിശേഷതകൾ കൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. നമുക്കറിയാം, വയനാട്ടിൽ നിന്നൊക്കെ ചുരമിറങ്ങി മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും രോഗി അത്യാസന്ന നിലയിലാവുകയോ മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡിൻ്റെ ഈ പരിസ്ഥിതി വെച്ച് മംഗലാപുരത്തേക്കൊക്കെ ഉൾപ്പെടെ പോകേണ്ടതുണ്ട്. നേരത്തെ ഈ റോഡ് ഉൾപ്പെടെ വലിയ സാഹസികമായ കാര്യമായിരുന്നു അവിടെ എത്തുക എന്നത്. എന്നാൽ ഈ ഇതര സംസ്ഥാനത്തേക്ക് ആരോഗ്യ സംരക്ഷണത്തിന് പോകേണ്ട സാഹചര്യമുണ്ട്. നിരവധി രോഗികൾ ഉൾപ്പെടെ അത്യാസന്ന നിലയിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വിദഗ്ധ ചികിത്സയ്ക്ക് ഇത്തരം ജില്ലകളിൽ സാഹചര്യം ഉണ്ടാവുന്നില്ല. 13 വർഷമായി കാസർഗോഡ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് സ്വപ്നവും കണ്ട് കാസർഗോഡുകാർ കാത്തിരിക്കുന്നു. പശ്ചാത്തല സൗകര്യം ഒരുക്കുമ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളിൽ ഇടപെടാതെ കഴിഞ്ഞ ഈ 13 വർഷവും പല കാരണങ്ങൾ കൊണ്ട് നിർമ്മാണ കമ്പനിയുടെ സാങ്കേതിക പ്രശ്നം, നിർമ്മാണ കമ്പനി കേസ് കൊടുക്കുന്നു, ഇതൊക്കെയുമായി ബന്ധപ്പെട്ടാണ് ഈ നിർമ്മാണ തടസ്സം ഉൾപ്പെടെയുള്ളത്. എന്നാൽ നിർമ്മാണ തടസ്സം മാറി കഴിഞ്ഞ മാസമാണ് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആരോഗ്യമന്ത്രി വളരെ സജീവമായി തന്നെ അതിൽ ഇടപെടും എന്ന് പറയുന്നത് കാസർഗോഡുകാരുടെ ഇടത്തരക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള കാസർഗോഡുകാരുടെ വലിയ പ്രതീക്ഷയാണ് സഫലീകരിക്കുക. കാരണം സമ്പന്നരായ സാമ്പത്തികമുള്ള ആളുകളൊക്കെ തന്നെ മംഗലാപുരത്തെ ആശ്രയിച്ച് വിദഗ്ധ ചികിത്സ തേടുമ്പോൾ ഒരു വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ വലിയ തരത്തിൽ പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ട്. സാധാരണക്കാർക്ക് അത് അന്യം നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരം ചികിത്സാ നിഷേധത്തിൻ്റെ ഇരകളായിട്ട് സാധാരണക്കാർ കാസർഗോഡ് ജില്ലയിലും വയനാട്ടിലും ഒക്കെ മാറുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യം മാറുന്നതിന് വിദഗ്ധ ചികിത്സയും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സൗകര്യങ്ങളും ജില്ലയിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ടത്. എന്തായാലും കാസർഗോഡിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠനം ഉൾപ്പെടെ പരിഹരിക്കും. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കാര്യങ്ങൾ ഉൾപ്പെടെ വളരെ വേഗത്തിൽ പരിഹരിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രസ്താവന വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് കാസർഗോഡ് ജില്ലക്കാർ കാണുന്നത്. മറ്റ് ജില്ലകളും അതേപോലെ തന്നെയാണ് ആരോഗ്യമേഖലയിലെ ഈ ഇടപെടലിനെ കാണുന്നത് എന്നതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാസർഗോഡുകാർ വലിയ പ്രതീക്ഷയോടെയാണ് ആരോഗ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയെ കാണുന്നത്. ശ്യാമിലി, ശരി. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. പ്രതീക്ഷയാണല്ലോ മനുഷ്യനെ എപ്പോഴും വഴി നടത്തുകയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്.